കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ബാൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഒന്നുകിൽ പുതുതായിട്ടോ അല്ലെങ്കിൽ ഉള്ളത് മോഡിഫൈ ചെയ്തോ എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ നമ്മുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ പ്രൊഫൈൽ വ്യൂ പ്രോപ്പർട്ടീസിലേക്ക് വന്നിട്ട് നമ്മളുടെ ഈ ഒരു ബാൻഡ് ഡിഫാൾട്ടായിട്ട് ഇപ്പോൾ ഈ ഉള്ള ബാൻഡ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ബാൻഡ് അവിടെ ഇല്ല. അപ്പോൾ നമുക്കിനി പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് വീണ്ടും സെലക്ട് ചെയ്തു. ഇവിടെ പ്രൊഫൈൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് പുതിയതായിട്ടൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുത്തു. ഇൻഫർമേഷനിൽ ഞാനിവിടെ സ്റ്റേഷൻ എന്നാണ് കൊടുക്കുന്നത്. നമ്മളെ ഒരു ബാൻഡിൻ്റെ പേര് സ്റ്റേഷൻ എന്ന് കൊടുത്തു. ഇവിടെ അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. അതിനുശേഷം ഇവിടെ ആഡ് കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ആ ഒരു ബാൻഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ആവശ്യമില്ലാത്ത ഒരുപാട് സ്റ്റേഷൻസും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതെങ്ങനെ മാറ്റാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ പ്രൊഫൈൽ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ പ്രൊഫൈൽ വ്യൂ പ്രോപ്പർട്ടീസിലേക്ക് വന്നതിന് ശേഷം നമ്മൾ കൊടുത്ത ആ ഒരു ബാൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേഷൻ എന്നുള്ള ഈ സ്റ്റൈലിൽ സ്റ്റേഷൻ എന്നുള്ളത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം എന്താ ഇവിടെ പ്രസ് ഡൗൺ ആരോ ടു സെലക്ട് ആക്ഷൻ, ജസ്റ്റ് ക്ലിക്ക് ദ ബട്ടൺ. അതായത് നമുക്കിവിടെ ഇത് വെച്ച് നമുക്ക് ഈ ഒരു ഭാഗം എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്തു. നമ്മൾ ജസ്റ്റ് ഈ സ്റ്റേഷൻ എന്നുള്ളത് ഒന്ന് കോപ്പി ചെയ്തേക്കാം. ബാൻഡ് ഡീറ്റെയിൽസിൽ കമ്പോസ് ലേബലിലേക്ക് വന്നു. ഇവിടെ നമുക്കിതെല്ലാം ഡിലീറ്റ് ചെയ്യാം. പുതിയതായിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ സ്റ്റേഷൻ എന്നുള്ളത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇത് എവിടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം. ഇപ്പം ഇത് ഇവിടെ ഈ ടോപ്പ് ലെഫ്റ്റ് എന്നുള്ളതാണ് കിടക്കുന്നത്. നമുക്ക് മിഡിൽ സെൻറ്റർ ആക്കാം. കണ്ടില്ലേ, ആ ഇത് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഈ കണ്ടന്റ് എന്നുള്ള ഇതാണ് ഈ ലേബൽ ടെക്സ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ടന്റ്. അതായത് നമുക്ക് ഇവിടെ ഈ സ്റ്റേഷൻ എന്നുള്ളത് ഇങ്ങോട്ട് ആക്കണം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ലേബൽ ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വീണ്ടും ആ സ്റ്റേഷൻ എന്നുള്ളത് പേസ്റ്റ് ചെയ്യുക. വീണ്ടും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫോണ്ടിൽ നമുക്ക് ഫോണ്ട് മാറ്റാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന് എന്ത് കളർ കൊടുക്കണമെന്ന് നോക്കാം. നമുക്ക് സ്റ്റേഷൻ ഗ്രീൻ കൊടുക്കാം. ഇവിടെ ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ആ സ്റ്റേഷൻ എന്നുള്ളത് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു 5 ഒന്ന് കൊടുക്കാം. അപ്പോൾ ആ ഒരു സൈസിലോട്ടത് മാറിയിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഇവിടെ അപ്ലൈ കൊടുക്കാം, ഓക്കെ കൊടുക്കാം. വീണ്ടും ഇവിടെ അപ്ലൈ, ഓക്കെ ഓക്കെ അപ്ലൈ, ഓക്കെ. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ലേബൽ ടെക്സ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഈ ഭാഗം എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മളത് സെലക്ട് ചെയ്തു. പ്രൊഫൈൽ വ്യൂ പ്രോപ്പർട്ടീസിലേക്ക് വന്നു. ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് സ്റ്റേഷൻ എന്നുള്ളത് ഇവിടുന്ന് മോഡിഫൈ ചെയ്യാം. ഇനി നമുക്ക് അടുത്തായിട്ട് കമ്പോസ് ലേബലിൽ ഇവിടുന്ന് നമുക്കിതെല്ലാം ഡിലീറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് നെയിം സ്റ്റേഷൻ. ഇത് എവിടെ വേണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഇത് ബാൻഡ് മിഡിൽ എന്ന് കൊടുക്കാം. അതായത് ഈ ബാൻഡിൻ്റെ മിഡിലായിട്ട് ലേബൽ ടെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ഏത് ലേബലാണ് ഇതിലേക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ എന്നാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ വാല്യൂ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതിൽ സ്റ്റേഷൻ വാല്യൂ സെറ്റ് ചെയ്യാം. അതായത് ഇത് സെലക്ട് ചെയ്യുക, ഈ ടെക്സ്റ്റ്, അതിനുശേഷം ഈ ആരോ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ ഫോർമാറ്റിലേക്ക് വരിക. ഇവിടെ ഈ ഒരു ഫോർമാറ്റിലേക്ക് വരിക. ഇവിടെ
നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. നമുക്കിതിൻ്റെ കളർ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ ആക്കണം, ഗ്രീൻ ആക്കാം. ഓക്കെ കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ ആ സ്റ്റേഷനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ ആവശ്യമില്ലാത്ത ഒരുപാട് ടെക്സ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ആയിട്ട് ഇവിടെ ഈ പ്രൊഫൈൽ വ്യൂ പ്രോപ്പർട്ടീസിൽ നമ്മളുടെ ഈ ബാൻഡ് സ്റ്റേഷൻ എന്നുള്ള ബാൻഡ് ഇവിടെ വീണ്ടും എഡിറ്റ് ചെയ്യുക. ഇവിടെ ഈ ഡിസ്പ്ലേയിൽ വന്നതിന് ശേഷം നമുക്ക് ബാൻഡ് ബോർഡർ, ടൈറ്റിൽ ബോക്സ് ടെക്സ്റ്റ്, മേജർ ടിക്സ്, ഈ മൈനർ ടിക്സ് മുതൽ ഇങ്ങോട്ട് വെർട്ടിക്കൽ ജോമെട്രി, ഹൊറിസോണ്ടൽ ജോമെട്രി, ടിക്സ് സ്റ്റേഷൻ ഇക്വേഷൻസ്, ലേബൽ അറ്റ് മേജർ സ്റ്റേഷൻ എന്നുള്ളത് നമുക്ക് ഓൺ ചെയ്യാം. ബാക്കിയൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ അപ്ലോഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമുക്ക് വേണ്ട ഭാഗം മാത്രം ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തിരിച്ച് ഇതെങ്ങനെ അലൈൻ ചെയ്യാൻ നോക്കാം. ഈ ഒരു ടെക്സ്റ്റ് വെർട്ടിക്കലായിട്ട് നമുക്ക് അലൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും പ്രൊഫൈൽ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഇവിടെ ബാൻഡ് ഡീറ്റെയിലിൽ കമ്പോസ് ലേബലിലേക്ക് വരിക. ഇവിടെ റൊട്ടേഷൻ ആംഗിൾ നമുക്ക് 90 കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതായത് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇവിടെ അലൈൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഈ ഡിസൈൻ, അതേപോലെ തന്നെ ഈ സർഫസ്, ഇപ്പം 2 പ്രൊഫൈൽ നമുക്ക് ഇതിന് താഴെയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ പ്രൊഫൈൽ സെലക്ട് ചെയ്തു. പ്രൊഫൈൽ പ്രോപ്പർട്ടീസിൽ നമുക്കിത് ഇവിടെ വന്നിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ബാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ടെക്സ്റ്റ് സ്റ്റൈലും അതിന് മറ്റു കാര്യങ്ങളൊക്കെ സെയിം തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മതി. നമുക്ക് വീണ്ടും ഒന്നേന്ന് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സ്റ്റേഷൻ എന്നുള്ളത് നമ്മളെടുത്തു. ഇവിടെ കോപ്പി കറണ്ട് സെലക്ഷൻ, ഇവിടെ ഇൻഫർമേഷനിൽ നമുക്കിത് സർഫസ് പ്രൊഫൈൽ ആയതുകൊണ്ട് എസ് പ്രൊഫൈൽ എന്ന് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ബാൻഡ് ഡീറ്റെയിൽസിൽ കമ്പോസ് ലേബലിലേക്ക് വരിക. ഇവിടെ നമുക്ക് അത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ എസ് പ്രൊഫൈൽ എന്നുള്ളത് ആയിട്ടുണ്ട്. വീണ്ടും ഇത് മിഡിൽ സെൻറ്റർ തന്നെയാണ്. ഈ സെയിം ടെക്സ്റ്റ് സ്റ്റൈലൊക്കെ ഇത് തന്നെയാണ്. ഈ കണ്ടന്റ് എന്നുള്ളതിലേക്ക് വന്നിട്ട് നമുക്കിത് ഇവിടെ ഈ സ്റ്റേഷൻ ഉള്ളത് മാറ്റിയിട്ട് ഇത് എസ് പ്രൊഫൈൽ എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കത് ഇതിൻ്റെ കളർ ഒന്നും മാറ്റാം. അപ്പോൾ നമുക്കിവിടെ ഈ റെഡ് കൊടുക്കാം. ഓക്കെ കൊടുത്തു. ഇവിടെ കണ്ടില്ലേ, എസ് പ്രൊഫൈൽ എന്നുള്ളത് ഇവിടെ മാറിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും അപ്ലൈ ചെയ്യാം. ഇനി അടുത്തതായിട്ട് കമ്പോസ് ലേബലിലേക്ക് വരാം. നമ്മുടെ ലേബിൾസ് കമ്പോസ് ചെയ്യാനായിട്ട് കമ്പോസ് ലേബലിലേക്ക് വരാം. ഇവിടെ അതേപോലെ തന്നെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. Ctrl+V കൊടുത്തു. ഇവിടെ ബാൻഡ് മിഡിൽ തന്നെ കൊടുക്കാം. വീണ്ടും ഈ കണ്ടന്റ് എന്നുള്ളത് മാത്രം ഇവിടെ ചേഞ്ച് ചെയ്യാൽ മതി. അപ്പോൾ ഈ കണ്ടന്റ് എന്നുള്ളത് ഇവിടെ സ്റ്റേഷൻ വാല്യൂ ആണ് നടക്കുന്നത്. ഇനി നമുക്ക് പ്രൊഫൈൽ 1 എലിവേഷൻ എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ആരോ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര പോയിന്റേഴ്സ്, എത്ര ഡിജിറ്റ് വേണം എന്നുള്ളതാണ്. 3 ഡിജിറ്റ് കൊടുക്കാം. ഇവിടെ ഫോർമാറ്റിൽ ഇതിൻ്റെ കളർ നമുക്ക് റെഡ് ആക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ ടെക്സ്റ്റ് ഹൈറ്റ്, റൊട്ടേഷൻ ആംഗിളൊക്കെ നമ്മൾ നേരത്തെ കൊടുത്ത സെയിം തന്നെയാണ്. എൻ്റെ ഇവിടെ അപ്ലൈ കൊടുക്കാം.
ഇവിടെ അപ്ലൈ. ഓക്കെ. അതിന് CS പ്രൊഫൈൽ എന്നുള്ളത് നമുക്ക് ഈ ബാൻഡ് ഇവിടെ ആഡ് ചെയ്യാം. ആഡ് കൊടുത്തു, ഓക്കെ കൊടുക്കാം. പിന്നെ അപ്ലൈ ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കിയാൽ എസ് പ്രൊഫൈൽ എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ഡിസൈൻ പ്രൊഫൈലിൻ്റെ ബാൻഡ് ഇവിടെ സെറ്റ് ചെയ്യാം. വീണ്ടും പ്രൊഫൈൽ പ്രോപ്പർട്ടീസിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ആ എസ് പ്രൊഫൈൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇതിവിടെ കോപ്പി കറണ്ട് സെലക്ഷൻ കൊടുക്കാം. ഇൻഫർമേഷനിൽ നമുക്ക് ഇവിടുന്ന് പേര് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസൈൻ പ്രൊഫൈൽ ഉണ്ട്, ഡി പ്രൊഫൈൽ എന്ന് കൊടുക്കാം. ഓക്കെ. വീണ്ടും ഇത് കോപ്പി ചെയ്തിട്ട് ബാൻഡ് ഡീറ്റെയിൽസിൽ കമ്പോസ് ലേബലിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഈ കണ്ടൻസ് എന്നുള്ളത് എസ് പ്രൊഫൈൽ എന്നാണ്, ഇത് നമുക്ക് ഡി പ്രൊഫൈൽ എന്ന് ഇങ്ങനെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഫോർമാറ്റിൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ കളർ ഇവിടെ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇത് ബ്ലൂ കൊടുക്കാം. ഇവിടെ ആ ഒരു ഇത് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, ഡി പ്രൊഫൈൽ എന്നായിട്ട്. അപ്ലൈ. ഓക്കെ. ഇനി കമ്പോസ് ലേബലിൽ നമുക്ക് ലേബൽസ് ഒക്കെ കമ്പോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും വേണ്ട, നമുക്ക് ഈ കണ്ടൻസും ഈ പേര് മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ വീണ്ടും അത് പേസ്റ്റ് ചെയ്യുന്നു, ഡി പ്രൊഫൈൽ എന്നുള്ളത്. ബാക്കി നമ്മൾ നേരത്തെ ഇതൊക്കെ നമ്മൾ അതിൻ്റെ കോപ്പി എടുത്തതുകൊണ്ട് നമുക്കിതെല്ലാം അതേപോലെ തന്നെ കിട്ടും. അപ്പോൾ ഈ കണ്ടന്റ് മാത്രം നമ്മൾ മാറ്റി കൊടുക്കുക. ഇപ്പോൾ കണ്ടന്റ് എന്നുള്ളത് ഇവിടെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ടു എലിവേഷൻ എന്ന് കൊടുക്കുക. വേണ്ടി ഇവിടെ ഈ ഒരു ഡിജിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ കളറ് ബ്ലൂ ആക്കാം. ഓക്കെ. ഓക്കെ. ഈ ഡി പ്രൊഫൈൽ എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്യാം. അപ്ലൈ. കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഡി പ്രൊഫൈല്, എസ് പ്രൊഫൈല്, സ്റ്റേഷൻ, ഇപ്പോൾ ഇത് സർഫസ് പ്രൊഫൈല്, ഡിസൈൻ പ്രൊഫൈൽ, സ്റ്റേഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ രണ്ട് എലിവേഷനും സെയിം ആണ്. ഇപ്പോൾ ഈ സർഫസ് പ്രൊഫൈലും ഡിസൈൻ പ്രൊഫൈലും ഒക്കെ സെയിം ആണ്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ബാൻഡിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ എസ് പ്രൊഫൈൽ എന്ന് കിടക്കുന്നത് ഇവിടെ വരിക. ഈ പ്രൊഫൈൽ 1 എന്നുള്ളത് ഇത് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് പ്രൊഫൈൽ ഡി പ്രൊഫൈലിൽ പ്രൊഫൈൽ 1 എന്നുള്ള കൊടുക്കാം. ഇവിടെയും പ്രൊഫൈൽ 1 എന്നുള്ള കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഡിസൈൻ പ്രൊഫൈലിൻ്റെ ലെവലും ഇത് സർഫസ് ലെവലിൻ്റെ പ്രൊഫൈൽ സ്റ്റേഷനും ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഈ സ്റ്റേഷൻ എന്നുള്ളതിൽ തന്നെ നമുക്ക് ഈ ഡിസൈനും സർഫസ് പ്രൊഫൈലും ഒക്കെ നമുക്ക് ഈ ഒരൊറ്റ ബാൻഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഈ ബോർഡർ ഒക്കെ മാറ്റാൻ പറ്റും. ബോർഡർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉദാഹരണം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ബോർഡറാണ് മാറ്റാന്നുള്ളതെങ്കിൽ വീണ്ടും പ്രൊഫൈൽ വ്യൂ പ്രോപ്പർട്ടീസിലേക്ക് പോയതിനു ശേഷം നമ്മളിതിലൂടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ എഡിറ്റ് കൊടുക്കുക. ഇവിടെ ഡിസ്പ്ലേയിൽ ഇതാ ഈ ബോർഡറിൻ്റെ കളർ, ഇപ്പോൾ ബോർഡർ കളർ നമുക്കിപ്പം ഗ്രീനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ എല്ലാം അങ്ങ് നമുക്ക് ആ ഒരു ഫുൾ ഗ്രീനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഗ്രീൻ ആക്കാം. അപ്പം ഇതിവിടെ ഓണല്ല. അപ്പോൾ നമ്മൾ ഓൺ ചെയ്തതെല്ലാം ഗ്രീനിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്ലൈ ചെയ്യാം. കണ്ടില്ലേ? ഇപ്പോൾ ഇത് എല്ലാം ഒരു ഗ്രീൻ കളറിലോട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് റെഡ് ആണെന്നുണ്ടെങ്കിൽ റെഡിൽ, ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂവിൽ, അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ ഇതിൽ മാറ്റാൻ പറ്റും.